അസ്സാം വലൈക്കും. ഒരു വിവാദ വീഡിയോ ആയിട്ടാണ് വരുന്നത്. പലർക്കും ഇഷ്ടപ്പെടാനൊന്നും സാധ്യതയില്ല. ആദ്യമായിട്ട് പറയാലോ, കുമ്പങ്കാട് കോയയും കുഞ്ഞാപ്പും അവരുടെ രസകരമായിട്ടുള്ള അഭിനയങ്ങൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒട്ടുമിക്ക വീഡിയോസും അവരുടേത് കണ്ടിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. അത് കാണുമ്പോൾ ഒരു രസമുണ്ട്. നല്ല ഒരു തമാശ രൂപത്തിലുള്ള കുറഞ്ഞ സമയത്ത് അവരുടെ അഭിനയം, അവർ പരസ്യങ്ങൾ അഭിനയിക്കുന്ന രീതി, ഇതെല്ലാം അഭിനന്ദിക്കപ്പെടേണ്ടതാണ്, സംശയമില്ല. എന്നാലും ചിലത് പറയേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോയിൽ വരുന്നത്. ചെറിയ കുട്ടികൾ, പ്രത്യേകിച്ച് ഇവരുടെ ഒരു ആരാധനാപാത്രങ്ങൾ എന്ന് പറയുന്നത് ചെറിയ കുട്ടികളാണ്. മുതിർന്നവർക്കൊരു പക്ഷേ ഇത് കാണുമ്പോൾ സത്യങ്ങളും അസത്യങ്ങളും തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. മാത്രമല്ല, ഇത് അഭിനയമാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി മുതിർന്നവർക്കുണ്ട്. എന്നാൽ ചെറിയ കുട്ടികളാണ് അധികവും ഇവരെ നന്നായിട്ട് കാണുന്നവർ. ഇവിടെ ഒരുപാട് അപകടങ്ങളുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ഒന്നാമത്തെ ഒരു അപകടം എന്ന് പറയുന്നത്, മിക്ക എണ്ണത്തിലും ഒരു വാപ്പയും മകൻ്റെയും റോളിലാണ് ഇവർ അഭിനയിക്കുന്നത്. ഇവിടെ വാപ്പാനോട് മകൻ്റെ പെരുമാറ്റം എങ്ങനെയാണ് എന്നുള്ളത്, എങ്ങനെയാവണം എന്നുള്ളത് ഈ കുട്ടി കാണുന്നത് ഒന്ന് ചിന്തിച്ചു നോക്ക്. പുതിയ ക്യാരക്ടർ രൂപീകരണത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പറയുന്നു. ഡിജിറ്റലാണ്, അതല്ലെങ്കിൽ മീഡിയാസാണ് ഒരു കുട്ടിയുടെ ക്യാരക്ടർ രൂപീകരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വാപ്പ ഒരു മോന്, പക്ഷേ ഈ മോന് വാപ്പനോടുള്ള പെരുമാറ്റം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ കൊമ്പങ്കാട് കോയ, കുഞ്ഞാപ്പു ആ കഥാപാത്രങ്ങളിൽ നടക്കുന്നത്? ഇടയ്ക്കെങ്കിലും വാപ്പയെ ബഹുമാനമില്ലാതെ കോയെന്ന് വിളിച്ച് പലതും ചെയ്യുന്ന സംവിധാനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് കുട്ടികൾ കണ്ടു പഠിക്കുന്നു. ചില കുട്ടികളൊക്കെ സത്യം പറഞ്ഞാൽ വാപ്പാനപ്പോൾ വിളിക്കലും തുടങ്ങിയിട്ടുണ്ട്, കോയെന്നൊക്കെ. മാത്രമല്ല കുഞ്ഞാപ്പൂ എന്നൊക്കെ വിളിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു നെഗറ്റീവാണ് യഥാർത്ഥത്തിൽ കുട്ടികൾ ഉണ്ടാക്കി തീർക്കുന്നത്. ബാപ്പയോടുള്ള ബഹുമാനം നഷ്ടപ്പെടുന്നു. രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് ക്യാരക്ടറാണ്. ഒരു വാപ്പ എന്നുള്ള ക്യാരക്ടർ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ നെഗറ്റീവ് ഫീലിംഗ് ആണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടുന്നത്. സ്നേഹമുള്ളൊരു വാപ്പയെ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നില്ല. മറിച്ച് എപ്പോഴും തല്ലുന്ന, അടിക്കുന്ന, ചീത്ത പറയുന്ന ഒരു പിതാവ്. അപ്പോൾ ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് ഇതിങ്ങനെ നിരന്തരമായിട്ട് കാണുന്നതോടുകൂടി വാപ്പ എന്നുള്ള ക്യാരക്ടർ അതെങ്ങനെയായിരിക്കും സെറ്റ് ചെയ്യുക എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കാം. മൂന്നാമത്തെ ഒരു അപകടം നെഗറ്റീവ് വാക്കുകളാണ്. പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു. ചെറിയ കുട്ടികളൊക്കെ ഇപ്പോൾ പാട്ട് പാടുമ്പോൾ തന്നെ സൈനാൻ്റെ ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രൂപത്തിലുള്ള പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, നെഗറ്റീവ് വാക്കുകൾ വല്ലാണ്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഇത് കുട്ടികൾ അനുകരിക്കും. ഇതാണ് മൂന്നാമത്തെ ഒരു പ്രശ്നം. നാലാമത്തെ ഒന്ന്, സ്വാഭാവികമായിട്ടും ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന വലിയൊരു വിഷയം എന്ന് പറയുന്നത്, ഈ കുട്ടികളുടെ പ്രായത്തിലെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ കുഞ്ഞാപ്പുവിൽ നിന്നുണ്ടാകുന്നതുകൊണ്ട് കുഞ്ഞാപ്പൂവിന് ഇഷ്ടപ്പെടുന്നു. കുഞ്ഞാപ്പൂവിൻ്റെ ക്യാരക്ടർ അത് കുട്ടികളെ സ്വാധീനിക്കും. വാപ്പാൻ്റെ ക്യാരക്ടറാണ് നേരത്തെ പറഞ്ഞത്. മറ്റൊന്ന് കുഞ്ഞാപ്പൂവിൻ്റെ ക്യാരക്ടർ. ഒരു പക്ഷെ നല്ല മനുഷ്യനായിരിക്കും, അതൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷെ അഭിനയിക്കുന്നതിലെ ക്യാരക്ടർ എന്ന് പറയുന്നത്
വാപ്പയെ എന്തും വിളിക്കാൻ പറ്റുന്ന, വാപ്പയെ ഇടയ്ക്കെങ്കിലും അടിക്കുന്ന, മുടിയൊക്കെ അതൊരു സ്റ്റൈലാണ്, നമ്മളതിനെ കുറ്റം പറയില്ല. ആ രൂപത്തിൽ ഇതൊക്കെ കുട്ടികൾ സത്യത്തിൽ, ചെറിയ കുട്ടികൾ അനുകരണശീലം കൂടിയവരാണ്. പിയാഷയുടെ കൊഗ്നിറ്റീവ് തിയറിയിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഏറ്റവും നല്ലൊരു പ്രത്യേകത അനുകരണശീലം കൂടുതലാണെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ കുട്ടികൾ ഇത് അനുകരിക്കും, അതൊരു അപകടം ചെയ്യും. മറ്റൊന്ന്, ഇതിന് കുട്ടികൾ അഡിക്റ്റ് ആവുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ കുട്ടിയുടെ ഉള്ളിലേക്ക് ഒരു വാപ്പാനോടുള്ള ബഹുമാനം കളയാതിരിക്കാൻ, യഥാർത്ഥത്തിൽ മകൻ എങ്ങനെ പെരുമാറണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇത്തരം വീഡിയോസുകൾ കാണിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് സൂചിപ്പിക്കുകയാണ്. ഒരിക്കലും ഇതിനോട് എതിരായതുകൊണ്ടല്ല, കുട്ടികളുടെ സ്വഭാവത്തിൽ സ്വാധീനിക്കുമെന്നുള്ളത് കൊണ്ടാണ്. ഞാൻ എതിരല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച്, ഞാനിതൊരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ കുട്ടികളെ ഇത് നെഗറ്റീവായിട്ട് മാത്രമാണ് ബാധിക്കുക, അധിക കുട്ടികളിലും. അതുകൊണ്ട് ഇത് മാക്സിമം ഒഴിവാക്കുക. നല്ല കാഴ്ചകളെ ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രക്ഷിതാവ് എന്നുള്ളവർക്ക് ഞാനടക്കം പരമാവധി ശ്രമിക്കുക. ഇത്രേ പറയുന്നുള്ളൂ. അസ്സലാമു അലൈക്കും.